നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഏറിയ കൃപകൾക്കായി സ്തോത്രം. അത്യുന്നതനായി ആദ്യനും അന്തിരും ഞങ്ങളുടെ വീണ്ടെടുപ്പും ഞങ്ങളുടെ നീതികളും ഞങ്ങളുടെ രക്ഷയും ഞങ്ങളുടെ തേജസ്സുമായിരിക്കുന്ന ഞങ്ങളുടെ ഫലമായിരിക്കുന്ന ജ്ഞാനമായിരിക്കുന്ന കർത്താവിനോട് കൂടെ ഒരു കൂട്ടായ്മ നൽകിയല്ലോ. ഞങ്ങളുടെ ബലഹീനതകൾക്കോ ഇതൊക്കെയും കർത്താവ് നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് ഞങ്ങളെ ഉദ്ധരിക്കുന്നതേയും മാരിക്കാ സ്തോത്രം. ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ ഇടപെടും പാടുവാസ്വദിപ്പാൻ നീ കൃപ നൽകിയാട്ടെ. തിരുവെഴുത്തുള്ള ധ്യാനിപ്പാൻ കൃപ നൽകിയാട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളുടെ മധ്യത്തിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമാറാകണം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ലൈവായിട്ട് കേൾക്കുന്ന ജനത്തെയും യൂട്യൂബിൽ കേൾക്കുന്ന ജനത്തെയും കർത്താവിൻ്റെ നാമത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വപ്പെടുത്താട്ടെ. ഇസ്രായേലിൻ്റെ നാമത്തെ ഞങ്ങൾ അനുകരിക്കുന്നു. ഈ പരിസരങ്ങളെ, ഈ ശബ്ദം കടന്നു വരുന്ന പരിസരങ്ങളെ, വ്യക്തികളെ, അവർ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, തലമുറകളെ, വസ്തുവകളെ നിന്റെ പ്രായശ്ചിത്തം ഇതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുന്നു. മഹത്വം ക്രൂശിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു ദൈവവചന ധ്യാനത്തിനായി കർത്താവ് നമ്മൾ വഴിയൊരുക്കി ഓർത്തുകൊണ്ട് ദൈവനാമത്തെ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയമായിരുന്നു ദ റിലേഷൻ ഓഫ് ക്രൈസ്റ്റ് ടു ചർച്ച്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നമ്മളുമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ ബന്ധങ്ങൾ എന്തെന്ന വിഷയത്തിൽ നമ്മൾ അതിൻ്റെ വിഷയത്തിൽ എഫേസ്യ ലേഖനത്തെയും കൊളോസ്യ ലേഖനത്തെ ആധാരമാക്കിയാണ് നമ്മൾ ആ വിഷയം പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കൊളോസ്യ ലേഖനത്തിൻ്റെയും അല്ലെങ്കിൽ ക്ലാസ്സുകളുടെ സമാധിയിലേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ആരംഭത്തിൽ പഠിച്ചു. നമ്മൾ രക്ഷയുടെ മാർഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ടു എന്നല്ല, രക്ഷയുടെ മാർഗത്തിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ മരുഭൂ പ്രയാണത്തിലായിരിക്കുന്നവരാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്നുള്ള ഒരു പഴഞ്ചൊല്ലങ്ങ് മറന്നു കളയുക. അതൊക്കെ ശത്രു ഓരോ തന്ത്രങ്ങളാണ്. ഞാൻ അടുത്തൊക്കെ കുറച്ച് ദേവദാസൻ ചാൾസ് സ്പർജൻ്റെ കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ ഷെയർ ചെയ്യുകയുണ്ടായിരുന്നു. സ്തോത്രം. അതൊക്കെയും വളരെ ആഴത്തിലുള്ള ചിന്താഗതികളാണ്. ഇന്ന് രക്ഷിക്കപ്പെട്ടു എന്നൊരു ഫീലിംഗ് ആയിട്ട് നടക്കുന്നവരുണ്ട്. അല്ലെ രക്ഷവാചകം മാത്രം ജസ്റ്റ് ഏറ്റു പറഞ്ഞു അങ്ങനെ ഫീലിംഗ് ആയിട്ട് നടക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഒരു കൺവിക്ഷൻ കേട്ടപ്പോൾ ഒരു ഇമോഷൻ ഉണ്ടായി, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകളോ രോഗത്തിനും ബുദ്ധിമുട്ടുകളോ മാറാൻ വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കൈപ്പോക്കുക എന്ന് ഓർഡർ കോള് കൺവെൻഷൻ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ ദേവദാസന്മാർ വിളിച്ചു പറയുമ്പോൾ തൽക്കാലത്തേക്ക് ഒരു ശാന്തിക്ക് വേണ്ടി, പക്ഷേ രക്ഷയുടേതായിട്ടുള്ള ഒരു രൂപാന്തരം നടന്നിട്ടില്ല. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് എഫേസ്യ ലേഖനം 4:23-24, അതുപോലെ തന്നെ കൊളോസ്യ ലേഖനം 3:9-10 വാക്യങ്ങൾ ആധാരമാക്കി നിങ്ങളുടെ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളായി വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് കളയുക. എഫേസ്യ ലേഖനത്തിൽ പറയുമ്പോൾ അതുപോലെ തന്നെ കൊളോസ്യ ലേഖനത്തിൽ പറയുന്നത് അന്യോന്യ ബോഷ്ക്ക് പറയുക, നിങ്ങൾ പഴയ മനുഷ്യൻ അവൻ്റെ പ്രവൃത്തിയോടുകൂടി ഉരിഞ്ഞു കളയുക. ഈ രണ്ട് സംഭവങ്ങൾ നടന്നാൽ മാത്രമേ ക്രിസ്തുവാകുന്ന ബീജം അല്ലെങ്കിൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുകയുള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ദൈവവചനത്തെ ധ്യാനിക്കാൻ സാധിക്കും. മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ യേശു എങ്ങനെ ഉരുവായോ? വീണ്ടും പറയുന്നു, മറിയയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ യേശു പരിശുദ്ധാത്മാവിനാൽ എങ്ങനെ ഉരുവായോ അവണ്ണം നമ്മുടെ മനുഷ്യ ആത്മാവിൽ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തു ജനിക്കണം. ഇത് നടക്കാത്ത യാതൊരുത്തിനും രക്ഷയുടെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. വളരെ സിമ്പിൾ കാര്യമാണ്. അപ്പം മറിയയുടെ ഉദരത്തിൽ എങ്ങനെ പരിശുദ്ധാത്മാവ്, മറിയ ചോദിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പുരുഷനുമായിട്ടൊരു ബന്ധം ഞാൻ നടന്നിട്ടില്ല, ഒരു ലൈംഗിക ബന്ധം നടന്നിട്ടില്ല. അപ്പോൾ എങ്ങനെ ഇത് നടക്കും? അപ്പോഴാണ് ദേവദൂതൻ ഗബ്രിയേൽ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ. മുസ്ലിമുകൾക്കോ മറ്റുള്ളവർക്കൊക്കെ ഒരു ബയോളജിക്കൽ റിലേഷനായിട്ടാണ് അത് ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവരെപ്പോഴും ഇതിനെ വാദിക്കും. ശബ്ദം കേൾക്കും, ദൈവപുത്ര എന്ന ശബ്ദം കേൾക്കുമ്പോൾ അവർ പൊട്ടിത്തെറിക്കും. കാരണം എന്താ? അവിടെ ചിന്താമണ്ഡലത്തിൽ ലിറ്ററൽ മീനിങ് അറിയുന്നുള്ളൂ. അവിടെ ചിന്താമണ്ഡലത്തിൽ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ജനനം മാത്രമേ അറിയുള്ളൂ. പരിശുദ്ധാത്മാവിനല്ല ഒരു ജനനം എങ്ങനെയെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഗ്രഹിപ്പിക്കണം. എന്നാൽ മനുഷ്യരായി നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കത്തക്ക നമ്മളെല്ലാവരും തന്നെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഓരോ ചിന്തകൾ വരുമ്പോഴാണ്. നമ്മുടെ ഹൃദയത്തിൽ വരുന്ന എല്ലാ ചിന്തകളും നാം അനുസരിക്കുന്നില്ല. ചിലതിനെ നാം ചെയ്യുന്നു, ചിലതിനെ ചെയ്യുന്നില്ല. ആ ചിന്തകൾ നാം പ്രവർത്തിക്കുന്ന അനുസരിച്ചാണ്
നമ്മുടെ മേൽ വിധി നടക്കുന്നത്. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ അനേക സോഴ്സുകളുണ്ട്, ചിന്തകൾ വരുന്നതാണ്. ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചു, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് അവൻ്റെ ജഡം, ദുഷ്ടാത്മലോകം, ഈ ലോകം, ഈ 3 സോഴ്സിൽ വരും. എന്നാൽ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൽ നിന്നുള്ളതായിട്ടുള്ള ജ്ഞാനമാണ് വരുന്നത്. അതേ സമയത്ത് ഈ 3 ശത്രുക്കളിൽ നിന്നുള്ള ഓപ്പറേഷൻസും ഉണ്ടാകാം. ഇത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചുള്ളതാണ്. വീണ്ടും ജനനം പ്രാപിച്ചൊരു പൈതലിൽ തന്നെ അവനെ വസിക്കുന്നതും ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തതുമായിട്ടുള്ള ജഡം, അല്ലെങ്കിൽ ദ ഹ്യൂമൻ നേച്ചർ വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ കൂടാതെയുള്ള മനുഷ്യന്റെ സാധാരണ സ്വഭാവം. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ നമുക്ക് അതിനെ ജയിപ്പാൻ, കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല. കാരണം ഏദൻ തോട്ടം തുടങ്ങി നമ്മൾ അങ്ങനെയാണ്. ക്രിസ്തുവിനെ കൂടാതെ അല്ലെങ്കിൽ ദൈവത്തെ കൂടാതെ വാഴുക എന്നുള്ളതാണ് നമ്മുടെ ഹ്യൂമൻ നേച്ചർ. നമ്മൾ അങ്ങനെയല്ലായിരുന്നോ? അതുകൊണ്ടാണ് ക്രിസ്തുവിൽ എപ്പോഴും വസിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്, കൊമ്പിനും മുന്തിരിവള്ളി വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് എന്നിൽ വസിച്ചല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. നല്ല ഫലം കായ്ക്കാത്തതിനെ വെട്ടി തീരിട്ട് കളയുന്നു. ഇതെല്ലാം വളരെ വളരെ ആഴത്തിലും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും കാണപ്പെടാൻ പഠിക്കുകയല്ല, നമ്മുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ ഉദരത്തിൽ ഒരു ഹ്യൂമൻ സീഡ് ഉരുവായതുപോലെ നമ്മുടെ മനുഷ്യാത്മാവിനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് പാപത്തെക്കുറിച്ചും അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചും കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തന്ന് നാം സ്വതന്ത്ര മനസ്സിൻ്റെ ഉടമയായിരിക്കാൻ ആ ആ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാനുള്ള മാർഗം എന്താണെന്ന് നമ്മൾ ആരായുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവ് ക്രിസ്തു എന്ന ബീജത്തെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയുള്ളൂ. അത് നമുക്ക് സ്വാതന്ത്ര്യം തരും. ഇതാ നിന്റെ രക്ഷാവിധാണ്, നിനക്ക് പകരമായി പാപത്തിന്റെ ശിക്ഷയേറ്റ ഒരുവനുണ്ട്, അവരെ നീ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ചു കൊള്ളുക എന്ന് വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കി തരും. പലരും കരുതിയിരിക്കുന്നത് ഇതൊരു ചിന്തയിൽ നടക്കുന്ന, ഒരു അറിവ് കൊണ്ട് നടക്കുന്നത്. നോ, ഇതെല്ലാം ഇമാജിനേഷൻ, ഇതെല്ലാം സാത്താന്റെ വഞ്ചനയാണ്. അതാണ് പറഞ്ഞത്, പലരും ഫീലിങ്ങോട്, ഞാൻ രക്ഷിക്കപ്പെട്ടതൊരു ഫീലിങ്ങോട് നടക്കുന്നവരുണ്ട്. അതുപോലെ ബുദ്ധിപരമായി നടക്കുന്നവരുണ്ട്. ഇത്തരം യഥാർത്ഥ അനുഭവങ്ങളൊന്നും തന്നെ നമ്മുടെ രക്ഷയിലേക്ക് നടത്തുന്നതല്ല. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം. അതിനാണ് പറഞ്ഞത്, അതിനടുത്ത് വാക്യമാണ് പറയുന്നത്, സ്തോത്രം, ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയും ദൈവാനുരൂപമായി സൃഷ്ടിക്കേണ്ട പുതുമനുഷ്യൻ. ആ പുതുമനുഷ്യൻ ആരാ? പുതുമനുഷ്യൻ ധരിച്ചുകൊള്ളുവിൻ. കൊലോസ്യർ പറയുന്നത്, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതെങ്ങനെ നടക്കുന്നത്? നാം എന്ത് ധരിക്കുന്നോ അതാണ് പുറമേ കാണുന്നത്, അല്ലേ? നാം എന്ത് ധരിച്ചിരിക്കുന്നോ അതാണ് പുറമേ കാണുന്നത്. നാം ക്രിസ്തുവിനെ ധരിച്ചാൽ നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ അത് വെളിപ്പെടും. സ്റ്റിൽ നമ്മൾ പാപത്തിന് അടിമത്തിലാണെങ്കിൽ നാം അതും കൂടെ വെളിപ്പെടുത്തും. സ്തോത്രം, കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആഴത്തിൽ വെറുതെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയത് കൊണ്ട് നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. ഒരു സെറമണിൽ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഞാൻ പങ്കെടുത്തു, ഒരു ക്ലാസ് കേട്ടു, കാര്യം മനസ്സിലായി, ഇതൊക്കെ പറയുന്നതൊക്കെ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. വാസ്തവത്തിൽ ഇത് പ്രാക്ടിക്കലായിട്ട് നടക്കണം. ഇത് നടന്നിട്ടില്ലെന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇനി സമയമുണ്ട്, നിങ്ങൾ ശരീരത്തിൽ വസിക്കോത്ര സമയമുണ്ട്. കർത്താവ് ഈ ഒരു അനുഭവത്തിലേക്ക് എന്നെ വലം കൈപ്പിടിച്ച് നടത്തിയാട്ടെ. ഒരു വൺ ഇൻസ്റ്റൻസ് നടക്കുന്നൊരു കാര്യമല്ല. നമ്മുടെ ഹ്യൂമൻ നേച്ചർ പെട്ടെന്ന് നമ്മൾ യഥാർത്ഥ വീട് ഞാൻ പ്രാപിച്ചവർക്കറിയാം, ദിവസങ്ങളോളം ബാധിക്കും. നമ്മുടെ സകലവിധ ജ്ഞാനം കൊണ്ടും ശക്തി കൊണ്ടും പലവിധ വ്യാജാശ്രയങ്ങളോടും ഒക്കെ തന്നെ പരിശുദ്ധാത്മാവോട് എതിർത്തു നോക്കും. എന്നാൽ ആർക്കും എതിർത്തുകൂടാത്ത ശക്തിയും പരാക്രമമുള്ളവനാണ് കർത്താവ്. അപ്പം നമ്മുടെ ജ്ഞാനത്തിനോ നമ്മുടെ വിദ്യകൾക്കോ തന്ത്രങ്ങൾക്കോ ഒന്നിനും വഴിമാറുന്നവരല്ല. നമ്മെ രക്ഷിക്കുക സ്നേഹത്തോടു കൂടിയാണ്. പാപത്തിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ രക്ഷിക്കുക സ്നേഹത്തോടു കൂടിയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. കുറേ ദിവസങ്ങളിൽ വാദിച്ചു കഴിയുമ്പോൾ നാം തിരിച്ചെതിർത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഹൃദയം കഠിനപ്പെട്ടു പോവുകയുള്ളൂ. അതാണ് ജാതികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവർ മനം തഴമ്പിച്ചു പോയവരാണെന്ന്.
അജ്ഞാന നിമിത്തം മനം തഴമ്പിച്ചു പോയവരാ. പിന്നെ അവർ ഉണർത്താൻ സാധ്യമല്ല. ഇന്നും പെന്തിക്കോസ്തിനകത്തും ഈ ഒരു കാര്യം സംഭവിച്ചു. ഇതാണ് ഞാൻ ഇന്ന് കുറച്ച് ചിന്തിക്കാൻ പോകുന്നത്. ഇതിന് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ചിത്രങ്ങളൊക്കെ കാണിക്കുന്നത് പലപ്പോഴും നമുക്കിതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. രക്ഷ നടക്കുന്നതിന് ഒരു 6-7 കണ്ടീഷൻ വളരെ സിമ്പിളായിട്ട് പറയാം. ഒന്നാമത്തെ കാര്യമാണ് അറ്റോൺമെൻറ്റ്. അതിനെക്കുറിച്ച് മാത്രമേ ഇത് ചിന്തിക്കാൻ അല്പമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. സ്തോത്രം. എന്നിരിക്കലും ഒന്ന് റിവൈസ് ചെയ്യാൻ. കാരണം ഈ കാലഘട്ടത്തിൽ പല പല ഉപദേശങ്ങൾ കൂടെയും സീനിയർ ആയിരിക്കുന്ന, വളരെ വിശ്വാസമത്ത് വളരെ സീനിയർ ആയിരിക്കുന്ന ആൾക്കാർ ഉപദേശത്തിൽ വ്യതിചലിച്ചുകൊണ്ട് പല കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ പുതുതായിട്ട് വിശ്വാസത്തിൽ കാല് വെക്കുന്ന ശിശുക്കളായിരിക്കുന്നവർ വ്യതിചലിച്ചു പോവുകയാണ്, ഭയന്നു പോവുകയാണ്. എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ വേദപുസ്തകം പോലും മുഴുവൻ വായിച്ചിട്ടില്ല. ക്രിസ്തുവിനോട് സ്നേഹത്തിൽ ഒരു പ്രസംഗം കേട്ടു, എനിക്ക് വേണ്ടി പാപയാഗമായി തീർന്നു, ഇങ്ങനെ പറയാൻ മനസ്സിലാക്കാനുള്ള കഴിവില്ല, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരം ഒരുവൻ ക്രൂശിൽ മരിച്ചു എന്ന് പറയുമ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ്, എനിക്ക് ഈ വ്യക്തിയെക്കുറിച്ചൊന്ന് അറിയണം, യേശുവിനെ കുറിച്ചൊന്ന് അറിയണം. ആ സമയത്താണ് വലിയ വലിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് അത് തലപ്പത്തിരിക്കുന്നവർ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പൗലോസ് എന്തുകൊണ്ടാണ് പത്രോസിനെ ശാസിക്കാനുണ്ടായ കാരണം. ആസിയയില് കടന്നു ചെന്ന് ജാതികളോട് സുവിശേഷം പറഞ്ഞ് ജാതികൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അവിടെ പത്രോസ് കടന്നു വന്നു, അവരുമായിട്ട് ഇടപെട്ടു, അവരുമായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു. ഇവൻ യഹൂദന്മാർക്ക് അത് നിശ്ചിതമായൊരു കാര്യമാണ് ജാതികളോട് ഇടപെടുന്നത്. എന്നാൽ വിശ്വാസത്താൽ മാത്രമാണ് നീതീകരിക്കപ്പെടുന്നത്, പാരമ്പര്യത്തിൽ നിന്നല്ല, യഹൂദന്മാരായതുകൊണ്ടല്ല, ന്യായപ്രമാണം അനുസരിച്ചു കൊണ്ടല്ല, ക്രിസ്തുവേശുള്ള വിശ്വാസത്തിന് സൗജന്യമായി നീതീകരിക്കപ്പെടുന്നുള്ള സുവിശേഷം പൗലോസ് പ്രസംഗിച്ച് ജാതികളെ ദൈവം അത്ഭുതം നടത്തി. ഇതേ പത്രോസ് തന്നെ കൊർന്നോസിന്റെ ഭവനത്തിൽ വെച്ച് അത്ഭുതം നടത്തിയ പത്രോസ്, അവിടെ പത്രോസ് സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവവചനത്തിന് വേണ്ടി മറ്റുള്ളവരെ പ്രബോധിപ്പിച്ച് ഇങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവിന് പകർന്നവരെ ഇവരിൽ പകർന്ന അവരെ സ്നാനപ്പെടുത്തി ആര് തടസ്സപ്പെടുത്തും എന്ന് ചോദിച്ച പത്രോസ് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവിടെ പൗലോസ് പ്രവർത്തിച്ച സ്ഥലത്ത് വന്നു, ജാതികളുമായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു, ജാതികളുമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്നു. എന്നാൽ യെരുശലേമിൽ നിന്ന് കുറച്ച് യഹൂദന്മാർ വന്ന് മോശയുടെ ന്യായപ്രമാണം ആചരിച്ചല്ലാതെ രക്ഷ പ്രാപിക്കാൻ കഴിയില്ലെന്ന് വേറൊരു ഉപദേശം കൊണ്ടുവന്നപ്പോൾ അവിടെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൻ്റെ കപടത്താൽ അനേകർ തെറ്റിപ്പോവാൻ കാരണമായി തീർന്നു. ബർണബാസ് പോലും തെറ്റിപ്പോവാൻ കാരണം എടുത്തു പറഞ്ഞിരിക്കുക ബർണബാസിന്റെ പേര്. അപ്പോൾ തലപ്പത്തിരിക്കുന്ന ഒരുവൻ തെറ്റിപ്പോകുമ്പോൾ താഴെക്കിടയിലുള്ള ആൾക്കൊരു കൂട്ടമായിട്ടാണ് വഞ്ചിക്കപ്പെടുന്നത്. ഈ തലപ്പത്തിരിക്കുന്നവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ആത്മാവ് ഗ്രഹിക്കുന്നവർക്കും ദൈവവചനം പഠിക്കുന്നവർക്കും പൗലോസ് നല്ലവണ്ണം അറിയാം. പൗലോസ് അതുകൊണ്ട് പരസ്യമായിട്ടാണ് പത്രോസിനെ ശാസിച്ചത്. ശാസിക്കുക മാത്രമല്ല, വ്യക്തമായിട്ടത് ലേഖനങ്ങൾ എഴുതി വയ്ക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് ഇന്നും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, പ്രസംഗിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആരെയും കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്, വിധിക്കാൻ പാടുണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. അതുകൊണ്ട് അല്പമായിട്ട് ഞാൻ ഈ അറ്റോൺമെന്റ് എങ്ങനെ നടക്കുന്നൊരു കാര്യം ശിശുക്കളായിരിക്കുന്നവർക്കും ഈവൻ വലിയമ്മരുന്ന് വിളിക്കപ്പെടുന്നവർക്കും ഈ സൺഡേ സ്കൂളൊക്കെ മറന്നു പോകും. കുറച്ച് കാലം കഴിയുമ്പോൾ ഈ സൺഡേ സ്കൂളൊക്കെ മറന്നു പോകും. അതിൻ്റെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്കൊരു എപ്പിസോഡിൽ കൂടെ കാണിച്ചിരുന്നു. ദേവദാസൻ 1800-കളിൽ ചാൾസ് എച്ച് സ്പർജന് പ്രസംഗിച്ച ഒരു കാര്യത്തെക്കുറിച്ച് കൊണ്ട് അടുത്തൊരു വീഡിയോ ഞാൻ കാണിച്ചതിൻ്റെ ലിങ്ക് ഞാൻ. അമേരിക്കൻസിന് പറ്റിയൊരു തെറ്റ്, അവരെ ഇമോഷൻസിനെ ദൈവം അംഗീകരിക്കുന്നുവെന്നും ആ ഇമോഷൻസിനെ അവർ തിയോളജി ആയിട്ട് മാറ്റുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നടത്തിയെടുക്കുക തക്കവണ്ണം ദൈവം അത് അംഗീകരിക്കുമെന്നും ദൈവം അതിനെ പോഷിപ്പിക്കുന്നുവെന്നും ദൈവം അതിനെ മാനിക്കുന്നുവെന്നും ഒക്കെയും തന്നെ ആ വീഡിയോയുടെ 5-ാമത്തെ മിനിറ്റ് തുടങ്ങി 10-ാമത്തെ The portrait of God that most American Christians carry in their hearts looks something like this. He is enormously patient, endlessly accommodating, fundamentally committed to your happiness. Fundamentally committed to your happiness. ഇതെല്ലാം അമേരിക്കൻ സംഭവിച്ച 1800-കളിൽ പറഞ്ഞതാണ്. And constitutionally incapable of doing anything that would make you feel rejected or afraid. He grades on a curve.
He takes into account your intentions. He knows you are trying your best. And in the end, whatever happens, he will make sure things work out. That portrait is not drawn from the Bible. It is drawn from a culture that has baptized sentimentality and called it ആ സെന്റിമെന്റാലിറ്റിനെ അല്ലെങ്കിൽ വൈകാരികതയെ തിയോളജി ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്തു, ആക്കി കളഞ്ഞു. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ പറയാണ്, ആഭരണം ധരിക്കരുതെന്ന് പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. സ്തോത്രം. അതാണ് യാക്കോബ് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഒരു യാക്കോബ് 2:10. ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇതൊക്കെ ഒന്ന് മാറ്റി കറക്റ്റാക്കി ഇടാം. നിങ്ങളിപ്പോൾ ലൈവായിട്ട് കേൾക്കുന്നവർ ഒന്ന് സഹിക്കുക. യാക്കോബ് 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. വളരെ ശ്രദ്ധിക്കണം. ഡിവൈൻ ലോയുടെ നേച്ചർ എന്താണെന്ന് പറയുകയാണ്. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നാലും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരായി തീർന്നു. എന്ന് പറഞ്ഞാൽ ദ ലോ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് ഒരൊറ്റ യൂണിറ്റ് ആണ്, ഒരേ ഒരു യൂണിറ്റ്. അതിന് യാക്കോബ് വിവരിക്കുന്നത്, ഒരുത്തൻ വ്യഭിചാരം ചെയ്യുന്നില്ല പക്ഷെ കൊലപാതകം ചെയ്യുന്നു, അവൻ മൊത്തത്തിൽ തെറ്റിച്ചു കഴിഞ്ഞു, പാപം ചെയ്ത് ദ്വേഹി മരിക്കണം. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താലും ഗൾഫിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താലും അല്ല, ഇവിടത്തും തന്നെ പത്രോസ് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലരുടെ പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വരും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സദൃശവാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ദുഷ്പ്രവൃത്തിക്കാരുടെ കൂടെ സഞ്ചരിക്കല്ലേ. എന്തുകൊണ്ടാ? മഹാകവി കുഞ്ചൻ നമ്പ്യാർ ഈ പാസ്തൊക്കെ പറയുന്നത് ചോദിക്കും. ഒരു കവിത പറഞ്ഞിട്ടുണ്ട്, വളരെ പ്രസിദ്ധമായ കവിയിൽ 2 വരികളാണ്. സ്തോത്രം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, സദ്ഗുണമുള്ളവരുടെ കൂട്ടത്തിൽ നടന്നാൽ അതിൻ്റെ ഗുണം കൂടെ നടക്കുന്നവർക്കും ഉണ്ടാകുന്നു. നമുക്ക് സദൃശവാക്യത്തിൽ ഇങ്ങനെ കവിതയെ സദൃശവാക്യങ്ങളോട്, ബൈബിളിലെ വാക്യങ്ങളോട് തുലനം ചെയ്യുന്നത് ശരിയാവണോ പാസ്റ്റർ എന്നൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ, സദൃശവാക്യം 4-ാം അധ്യായത്തില് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, പ്രബോധനം മുറുകെ പിടിക്കുക, അത് വിട്ടുകളയരുത്, അതിന് കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനല്ലോ. ദുഷ്ടന്മാരുടെ പാതയിൽ ചെല്ലരുത്, ദുർജനത്തിന്റെ വഴിയിൽ നടക്കുകയും അരുത്, അതിനോട് അകന്നു നിൽക്കുക, അതിൽ നടക്കരുത്, അത് വിട്ടുമാറി കടന്നു പോകുക. അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങയില്ല, വല്ലവരെയും വീഴിച്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. ഇവിടെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദുഷ്ടന്മാരുടെ പാത. ഇനി ഇതെന്താണ് ഈ പാത എന്ന് വിവരിക്കാനാണ് ഞാൻ ഈ അറ്റോൺമെന്റ് എന്ന സബ്ജക്റ്റ് ഒന്ന് എടുക്കുന്നത്. കുറച്ച് പേഷ്യൻസോടെ ഇരിക്കുക. നിങ്ങൾ പല ക്ലാസ്സുകൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ 7 കണ്ടീഷൻ, ഒന്ന് അറ്റോൺമെന്റ് അല്ലെങ്കിൽ പ്രായശ്ചിത്തം. അതായത് ഒരു പാപി രക്ഷ പ്രാപിക്കണമെങ്കിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത വിധത്തിലുള്ളതായ 7 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇതിന്റെ ഫുൾഫിൽമെന്റിൽ അല്ലെങ്കിൽ പൂർണ്ണതയിൽ വരാത്തിടത്തോളം ദൈവത്തിന് എത്ര കരുണയുള്ളവനാണെങ്കിലും അവനെ രക്ഷിപ്പാൻ സാധ്യമല്ല. വളരെ ശ്രദ്ധിച്ച് കുറച്ചു കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അത് അറ്റോൺമെന്റിൽ കൂടെ വളരെ വ്യക്തമായിട്ട് ദൈവം തെളിയിച്ചു. ആദ്യത്തെ കണ്ടീഷനാണ് അറ്റോൺമെന്റ്. ദൈവം എത്ര കരുണയുള്ളവനായ ദൈവമാണ്, സർവാധികാരിയാണ്. യെസ്, ഓഫ് കോഴ്സ്. അവന് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നാം പരിശോധിക്കാം. പലരും കരുതിയിരിക്കുന്നത് ദൈവത്തിന്റെ സ്വാർത്ഥാധികാരത്തില്, ആർബിട്രറി വില്ലില് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്ന വാക്യങ്ങൾ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഏതോ തോട്ടത്തിൽ വെച്ച് മാതാവിനോട് അങ്ങ് ക്ഷമിച്ചാൽ പോലായിരുന്നോ? എന്തിനു വേണ്ടി അറ്റോൺമെന്റ് നടത്തേണ്ട വിഷയമുണ്ടായിരുന്നു? ഈ ഒരു പാവം അറിയാതെ പെൺകുട്ടിനെ വേശ്യയാണെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ കൊണ്ട് പറയപ്പെടുമായിരുന്നോ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ അവളുടെ ഉദരത്തിൽ മനുഷ്യനാടോ അവതരിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ?
ഈ മനുഷ്യരുടെ അടിയും കുത്തും കയറ്റി മരണം അനുഭവിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? അങ്ങ് ക്ഷമിച്ചാൽ പോലെ. അനേകർക്ക് ഇവൻ വിശ്വാസം ഗോളത്തിൽ പോലും അനേകർ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വിഷയമാണത്. ദൈവം ക്ഷമിക്കുമല്ലോ, ദൈവം ക്ഷമിക്കുമല്ലോ. ദൈവത്തിന് ക്ഷമിക്കണമെങ്കിൽ കണ്ടീഷനുണ്ട്. നിങ്ങൾ ചിത്രങ്ങൾ കൂടെ കുറച്ച് മനസ്സിലാക്കുന്ന ഒരു ചിത്രം കാണിച്ചിരിക്കുന്നത് ആദാമിന്റെ സന്തതിയാണ് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ച ഏവരും, ക്രിസ്തു ഒഴികെ. ആദാം തലയായിരുന്നപ്പോൾ അവൻ ചെയ്ത പാപത്തിന്റെ പ്രഖ്യാതാഗതകൾ, കോൺസിക്വൻസ് അവന്റെ തലമുറകൾക്ക് സംഭവിച്ചു. അതാണ് പാപം എന്ന ശക്തി. ഇത് വളരെ ലളിതമായ കാര്യമാണ്. ആ ശക്തിയാണ് മനുഷ്യനെ ഭരിക്കുന്നത്. റോമാലേഖനം 6:12-18 വാക്യങ്ങൾ. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുന്ന ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചാൽ പാപത്തിന്റെ ദാസത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീരും. അപ്പൊ പാപത്തിന്റെ ദാസന്മാർ എന്ന് പറഞ്ഞാൽ സ്ലേവ്സ് ടു ദ സിൻ. ഒരു ശക്തിയാണ്, ഒരു പ്രവൃത്തിയല്ല. പാപമൊന്നു വേറെ, പാപപ്രവർത്തികൾ വേറെ. ഈ പാപപ്രവർത്തികൾ ചെയ്യരുതെന്ന് പറഞ്ഞ് ലീഗലിസം കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ആഭരണം ധരിക്കരുതെന്നോ ധരിക്കണമെന്നോ പുതിയ നിയമത്തിന്റെ പഴയ നിയമത്തിന്റെ വാക്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ഞാൻ പോകുന്നില്ല. ഐ എം ഗോയിങ് ടു കട്ട് ഓഫ് ദാറ്റ് റൂട്ട് കോസ്. ആ റൂട്ട് എന്താണ് അതിനെ പിടിക്കാൻ പോകുന്നത്. അതിന് എല്ലാ വാക്യങ്ങളും ഞാൻ പറയുന്നു, എല്ലാ ക്ലാസ്സുകളും ഞാൻ പറയുന്നു. നീ ജഡത്തിന്റെ മോഹം അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ജഡത്തെ ക്രിസ്തുവേശനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഇതൊക്കെ പുതിയ നിയമത്തിന്റെ വാക്യങ്ങളെ. ആഭരണം ധരിക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല, ഞാനതിന് താല്പര്യപ്പെടുന്നതല്ല. പക്ഷെ അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പോവുക. സ്തോത്രം. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കുക, ദ ഡിവൈൻ ലോ ഈസ് എ വൺ യൂണിറ്റ്. ഒന്നിൽ തെറ്റിയാൽ നീ സകലത്തിൽ തെറ്റി പാപം ചെയ്ത് ദ്രോഹി മരിക്കും. സ്തോത്രം. അങ്ങനെ ഒന്നാം മനുഷ്യന് ആദാമിനെ പരീക്ഷിക്കുന്ന സമയത്ത് അവന് കൊടുത്തിരുന്ന അധികാരം, ആകാശത്തിലെ പറവജാതി സമുദ്രത്തിലും മത്സ്യം സകല ചരാചരത്തുമേ വാഴുവാനുള്ള അധികാരം സൈത്താൻ പിടിച്ചെടുത്തു. അതാണ് 1 യോഹന്നാൻ 3:9 പറയുന്നത്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനല്ലോ ദൈവപുത്രൻ വെളിപ്പെട്ടത്. ഒന്ന് ലൂസിഫറിന്റെ അധികാരം പിടിച്ചെടുത്തത്, മറ്റൊന്ന് മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് അധികാരം. ഈ അധികാരം തീണ്ടെടുത്തിട്ട് സഭയോട് പറയാണ്, മനുഷ്യ നിന്നിലുള്ള അധികാരം ഇതിനെല്ലാം വാഴുവാനുള്ളതാ. നീ ദൈവസഭ വാഴണം. എവിടെ വാക്യം? എഫേഷ്യൻസ് 1:19-23 വരെ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം മീതെ ക്രിസ്തുവിനോട് കൂടെ സകലത്തെയും അവന്റെ കാൽക്കീഴാക്കി വെച്ച് പറഞ്ഞ ക്രിസ്തുവിൽ വാഴുന്ന ഒരു വ്യക്തിക്ക് സകലവും കാൽക്കീഴയാണ്. സർവ്വത്തിന്റെ മീതെ തല എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് സർവ്വത്തിന് മീതെ തലയാണ്. ഇതൊന്നും കാണുന്നില്ലോ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല. എൻ്റെ അർത്ഥം ക്രിസ്തുവിലല്ല. സ്തോത്രം. അങ്ങനെ പാപത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ യേശു ഉരുവായതുപോലെ പാപിയായിരിക്കുന്ന മനുഷ്യാത്മാവിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തി കൊടുക്കുമ്പോൾ അവൻ സ്വതന്ത്രന്റെ മനസ്സിന്റെ ഉടമയായിരിക്കാല് അവൻ പാപത്തിന്റെ കഠിനമായ ശിക്ഷാവധിയെ ഭയന്ന് ഇതിന്ന് എങ്ങനെ രക്ഷ പ്രാപിക്കാം. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അതിക്ക് മുമ്പ് പല പല പ്രശ്നങ്ങളും ബുദ്ധി കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് പല പഴയ ആചാരങ്ങളും കർമ്മങ്ങളും ഒക്കെ നോക്കും. അവിടെ പരിശുദ്ധാത്മാവ് മാറില്ല. നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് നിന്നെ രക്ഷിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് സമ്മതിച്ചുകൊണ്ട് ഈ മരണകരമായ ശരീരത്തിന് ആര് രക്ഷിക്കുമെന്ന് സ്വയം പറയും. അപ്പോൾ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രക്ഷകനായി ക്രിസ്തുവിനെ സോളിൽ വെളിപ്പെടുത്തുകയുള്ളൂ. പിന്നെ നമുക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ സ്വീകരിക്കാം. ഇവിടെയാണ് മനുഷ്യൻ മനസ്സിലാക്കാത്തത്, ഞാൻ ആരാ, ഞാൻ എന്താണെന്ന്. ഇവിടെ അനേക ഫീലിങ്ങുകൾ കൊണ്ടുവന്ന് നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം നിനക്ക് തരുന്നൊക്കെ വചനൊക്കെ കോട്ട് ചെയ്ത് നിന്റെ ഇമോഷനെ ഇളക്കി. അത് അമേരിക്കക്കാരെ കുറിച്ച് പറഞ്ഞത് ചാൾസ് സ്പർജൻ. ആ ഇമോഷൻസിനെ പ്രീതിപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. അതിനെ തിയോളജി ആക്കി. നമ്മുടെ അപ്പച്ചന്മാരൊക്കെ അവിടെയൊക്കെ പോയി പെരുവാരം തീർത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ഉപദേശമായി കേരളത്തിലെ പാവപ്പെട്ട പഴങ്കഞ്ഞി കുടിച്ചും ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാതെ ദൈവവചനത്തിനു വേണ്ടി നിന്ന്
ദൈവസഭയുടെ ശക്തിയെ വെളിപ്പെടുത്തി ദേശത്ത് കൊണ്ടുവന്ന് ഇപ്പൊ പൊളിറ്റിക്സിൽ ആശ്രയിക്കുക. സാറ് ഞങ്ങളെയും സഹായിക്കണം, ഞങ്ങളുടെ കയ്യിൽ ഇത്ര വോട്ടുണ്ട്, തൃശ്ശൂർ തുടങ്ങി തിരുവനന്തപുരം, ഇനി കേരളം ഭരിക്കാൻ തീരുമാനിക്കുന്നത് ഞങ്ങളാണെന്ന്. നാണമില്ലേ പച്ചഭാഷയിൽ ചോദിച്ച? പണ്ടൊരു ദേവദാസൻ, ഒരു 2012 വരെ ഈ ലോകത്തിലുണ്ടായിരുന്ന ഒരു ദേവദാസന, പണ്ടൊരിക്കൽ ഇവരെ കുറിച്ച് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇന്ന് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ കർത്താവ് ജാതികളിൽ നിന്നും മുസ്ലിമുകളിൽ നിന്നും തനിക്ക് പ്രിയപ്പെട്ടവരെ വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ നിർത്തുമെന്ന്. അതുപോലെ ഒരുവനായിട്ട് എന്നെ കൂട്ടിയാൽ മതി, ഒരു പ്രവചനത്തിന്റെ പൂർത്തീകരണമെന്ന് കൂട്ടിയാൽ മതി. നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് വിളിച്ചു പറയുകയാണ്, അമേരിക്കന്റെ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കുന്ന തിയോളജി ഇവിടെ വേണ്ട. പുതിയ നിയമത്തിൽ എഴുതിയിട്ടില്ല. ഞാൻ പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ ഒന്നും സ്ഥാപിക്കാനും പോകുന്നില്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, നീ ജഡത്തെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്. ക്രിസ്തുവേശിലുള്ള ജഡത്തെ അതിന്റെ രാഗമോഹങ്ങൾ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ശരീരത്തിന്റെ പ്രവൃത്തികൾ മരിപ്പിക്കുന്നുവെങ്കിലും നീ ജീവിക്കും. ഇത്രയെല്ലാം പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ദ ലോ ഓഫ് ഗാഡ് ഈസ് വൺ യൂണിറ്റ്. ദൈവത്തിന്റെ പ്രമാണം ഒരൊറ്റ യൂണിറ്റ് ആണ്. നീ ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും തെറ്റി. ഇവിടെയാണ് അറ്റോൺമെന്റിന്റെ ശ്രേഷ്ഠത വരുന്നത്. സ്തോത്രം. എന്തിനു വേണ്ടിയാണ് അറ്റോൺമെന്റിന്റെ ആവശ്യകത എന്തുകൊണ്ട് വന്നു? അറ്റോൺമെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ നിയമപ്പെട്ടകത്തൊരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് മുമ്പ് കേട്ടുള്ളവർക്ക് വീട് പല പ്രാവശ്യം റിപ്പീറ്റേഷൻ ആണ്. എന്തിന് സഹിഷ്ണുതയോടെ കാത്തിരിക്കുക. ഒരു പക്ഷെ പുതുതായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാവില്ല. ഈ നിയമപ്പെട്ടകം അല്ലെങ്കിൽ ഈ കൃപാസനം എന്ന് പറയുന്നത് 2 പാർട്ടാണ്. ഒന്ന് താഴെയുള്ള പാർട്ട് 2.5 മുഴം വീതിയിലും 2.5 മുഴം നീളത്തിലും 1.5 മുഴം വീതിയിലും നിർമ്മിക്കണം. അത് തങ്കം കൊണ്ട് പൊതിയണം. എൻ്റെ അധികം ഡീറ്റെയിലേക്ക് പോകുന്നത്, അതിനകത്താണ് ദൈവം സ്വന്തം വിരൽ കൊണ്ട് എഴുതി കൊടുത്തിരിക്കുന്ന പ്രമാണം വെച്ചിരിക്കുന്നത്, കൽപ്പലകൾ. അതിനെ ടോട്ടൽ കവർ ചെയ്യുന്നതാണ് കൃപാസനം. ഈ നിയമം, അതായത് ഈ നിയമപ്പെട്ടകത്തിന് ഇരുത്തിരിക്കുന്ന ദൈവത്തിന്റെ നിയമം പറയുന്നത്, മനുഷ്യ നീ മരണയോഗ്യം. ഇതിന് ഒരേ ലാംഗ്വേജ് അറിയുള്ളൂ, പാപം ചെയ്ത് ദേഹി മരിക്കണം. ഇതിന് ആ പ്രമാണത്തിൽ ലഘൂകരിക്കാനോ നീക്കം ചെയ്യുവാനോ ദൈവത്തിന് സാധ്യമല്ല. 89 സങ്കീർത്തനം 34 വാക്യം, ഞാൻ എൻ്റെ വായിന്ന് പുറപ്പെടുന്ന ഭേദഗതി വരുത്തുകയില്ല. വരുത്തിയാൽ പിന്നെ അവൻ ദൈവമല്ല. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി ദൈവം എന്ന് ക്ലെയിം ചെയ്യണമെങ്കിൽ അവൻ സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, നിത്യൻ, അനന്യൻ. ഈ 5 ഗുണങ്ങളുള്ള, സദ്ഗുണങ്ങളുള്ള ഒരു വ്യക്തിത്വത്തിന് മാത്രമേ ദൈവം എന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്പം പോലും ഡീവിയേഷൻ വന്ന് അവൻ മാറ്റമുള്ളവനായി പിന്നെ അവന് ദൈവമല്ല. അപ്പോൾ ഈ അവന്റെ കൽപ്പന പറയുന്നത് പാപം ചെയ്തതേക്ക് മരിക്കും. എന്നാൽ എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായത്തിൽ പറയുന്നത് വേറെ സൊല്യൂഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്, മാനസാന്തരപ്പെട്ടാൽ അവന് ജീവിക്കാം. സ്തോത്രം. 18-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കാം. അപ്പോൾ പ്രമാണത്തിന് ലിറ്ററൽ മീനിങ് ഉണ്ട്, സ്പിരിച്വൽ മീനിങ് ഉണ്ട്. അവിടെ ആ നിയമപ്പെട്ടകത്തിന് അതേ അളവിൽ വെച്ചിരിക്കുന്ന ഒരാണ് കൃപാസനം എന്ന് പറയുന്നത്. ഈ കൃപാസനം എന്ന വാക്ക് വന്നിരിക്കുന്നത് കഫാർ എന്ന ഹീബ്രു വാക്കിൽ നിന്നാണ്. സ്തോത്രം. അതിന് കവർ, ടു കവർ, അതായത് നിയമപ്രമാണം, ന്യായപ്രമാണം ശിക്ഷ വിധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശിക്ഷ വിധിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആ ശിക്ഷയെ കവർ ചെയ്യത്തക്കവണ്ണം കൃപാസനം അതേ അളവിൽ അതിന്റെ മേളിൽ വെക്കുകയാണ്. ഈ കൃപാസനയാണ് ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വിശ്വാസിയായാലും അവിശ്വാസിയായാലും പ്രമാണത്തിന് ഒരേ ലാംഗ്വേജ് പറയുള്ളൂ. ദ സോൾ ദാറ്റ് സിന്നeth shall die. പാപം ചെയ്ത് ദേഹി മരിക്കും. ഇതിന് ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തം കൊണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ അല്പമായിട്ടല്ല, 99%, 99.99, 99.99% അല്ല, 100% കവർ ചെയ്താൽ മാത്രമേ ഈ പ്രമാണത്തിന്റെ ഡിമാൻഡിന് മാറ്റം സേവ് ചെയ്യാൻ പറ്റുള്ളൂ, മറയ്ക്കുവാൻ പറ്റുള്ളൂ. സിമ്പിൾ ലാംഗ്വേജ് ആണ്. ഇതാണ് എന്താണ് ഈ പ്രമാണത്തിന്റെ അല്ലെങ്കിൽ ഈ ജസ്റ്റിസ് ഓഫ് ഗോഡ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, തെറ്റ് ചെയ്യുന്നവനെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുക.
ദൈവരാജ്യത്തിലേക്കാണല്ലോ നമ്മൾ വീണ്ടും ജനം പ്രാപിച്ചു വരുന്നത്. അപ്പം ദൈവരാജ്യത്തിൻ്റെ പ്രമാണത്തിൻ്റെ ആ ക്വാളിറ്റി അല്ലെങ്കിൽ ജസ്റ്റിസ് ആണ് പറഞ്ഞത്. തെറ്റ് ചെയ്യുന്നതിനെ മാതൃപരമായി ശിക്ഷിക്കുക. മറ്റൊന്ന്, അനുസരിക്കുന്നവന് മറ്റുള്ളവർ കാണിക്കത്തക്കവണ്ണം പ്രതിഫലവും സംരക്ഷണവും കൊടുക്കുക. മറ്റൊന്ന് ശിക്ഷ ലഘൂകരണ നിയമം. മറ്റൊന്നാണ് പൊതുജനത്തിൻ്റെ നീതി നടപ്പിലാക്കി കൊടുക്കുക. ഈ ശിക്ഷ ലഘൂകരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പാപം ചെയ്ത് ദൈവം മരിക്കണമെന്ന് ഒരു സമയത്ത് ദൈവം പറയുമ്പോൾ പിന്നീട് പറയാണ്, മരിക്കുന്നവൻ്റെ മരണത്തിന് എനിക്ക് ഇഷ്ടമല്ല, മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവിൻ. അപ്പോൾ മാനസാന്തരം മാത്രം മതിയോ? അപ്പോൾ ഈ ലോയുടെ ഡിമാൻഡ് ദൈവനീതി നിങ്ങൾ എവിടെയും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ദേവദാസന്മാർ ദൈവനീതി എന്താണെന്നോ എവിടെയും കൺവെൻഷനോ ഇതൊക്കെ വലിയ കഠിനമായ കാര്യങ്ങളാണ് പറയും. നിങ്ങളത് മറച്ചു വെച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഈ ദൈവനീതി, അതായത് ദൈവനീതി ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അതിന് നിവൃത്തി വരുത്താമെന്നാണ് യേശു തന്റെ സ്നാനത്തിൽ പറയുന്നത്. ഇങ്ങനെ സർവനീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ഡിവൈൻ ലോയുടെ ഡിമാൻഡിന് ഞാൻ ക്രൂശിൽ മരിക്കുന്നത് മുഖാന്തരം നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറയുമ്പോഴാണ് യോഹന്നാൻ സമ്മതിക്കുന്നതും അവൻ സ്നാനപ്പെടുത്തുന്നതും. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യനെ പോലെ തന്നെ ഒരു മോറൽ ഏജന്റ് ആണ് ലൂസിഫർ അല്ലെങ്കിൽ ദൂതന്മാർ. ലൂസിഫറിന്റെ കീഴിലാണ് 1/3 ദൂതഗണങ്ങളുള്ളത്. വെളിപ്പാട് പുസ്തകം 12:3 വായിക്കുമ്പോൾ ആ ദൂതന്മാര് പരീക്ഷിക്കുന്ന സമയത്ത് ഇസക്കേൽ പ്രവചനം 28-ാം അധ്യായത്തിന്റെ 12 തുടങ്ങി ഐസയ്യാ 14:12 തുടങ്ങി വായിക്കുമ്പോൾ അവൾ പറയുന്നത്, അവന്റെ ഹൃദയത്തിൽ ചില ചിന്തകൾ വന്നു. ഞാൻ അത്യുന്നതനോട് സമനാകും, ഞാൻ നക്ഷത്രങ്ങളും മീതെ എൻ്റെ സിംഹാസനം വയ്ക്കും. എങ്ങനെ ഞാൻ എന്ന് ഒരു 5 പ്രാവശ്യം പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്. ഉടനെ ദൈവത്തിൻ്റെ ക്രോധം അവനെ ശിക്ഷിക്കുന്ന കാര്യമാണ് യെരമ്യാ പ്രവചനം 4:23 വാക്യങ്ങളിൽ പറയുന്നത്. അങ്ങനെ പാഴും ശൂന്യമായി തീർന്ന ഭൂമിയെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 1-2 വാക്യത്തിൽ പറയുന്നത്. ആദ്യ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യമായി തീർന്നു എന്നാണ് ആക്ച്വൽ ട്രാൻസ്ലേഷൻ. ആയിരുന്നു നില തീർന്നു. കാരണം ഈ ലൂസിഫറിന്റെ ശിക്ഷയിൽ ഇതാണ് നമ്മൾ ഇന്ന് കാണുന്ന ശൂന്യമായി കിടക്കുന്ന പ്ലാനറ്റ്സ്. നമ്മുടെ മിൽക്കി വേ 9 പ്ലാനറ്റ്സിനുണ്ട്. അതിനകത്ത് ഭൂമി മാത്രമേ ഇന്ന് ജനവാസമുള്ളതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. അതുപോലെ മില്യൺസ് ഓഫ് പ്ലാനറ്റ്സ് ഉണ്ട്. നമ്മുടെ സൗരയുദ്ധമായിരിക്കുന്ന മിൽക്കി വേയിൽ ഇന്ന് മനുഷ്യവാസമുള്ളത് ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ള പ്ലാനറ്റുകളും യശയ്യാവ് 45:18 പറഞ്ഞ് എല്ലാത്തിൻ്റെയും വാസയോഗ്യത്തിന് വേണ്ടി സൃഷ്ടിച്ചു തന്ന നമ്മുടെ സബ്ജക്റ്റ് എന്നല്ല. ആ ലൂസിഫറിനെ സൃഷ്ടിച്ച അതേ ദൈവത്തിൻ്റെ നീതി തന്നെയാണ് മനുഷ്യന്റെ മേലും. എന്നാൽ മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ ശിക്ഷ നടപ്പിലാക്കുകയല്ല ചെയ്തത്. ഉടനെ അറ്റോൺമെന്റ് 3:15 ഉൽപ്പത്തി പറഞ്ഞിരിക്കുന്നത് സ്ത്രീയുടെ സന്തതിയുടെ കാര്യം. സ്തോത്രം. എന്തിനാ മനുഷ്യ ഈ ശബ്ദം വ്യക്തികളോട് നിങ്ങളോട് പറയുകയാണ്, നിന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ. എന്നാൽ ദൈവം എക്സിക്യൂഷൻ ശിക്ഷ നടപ്പിലാക്കിയില്ലയോ? ആദാമിന് ശിക്ഷ നടപ്പിലാക്കി ഇല്ലേ? തോട്ടത്ത് പുറത്താക്കി. ഷൈക്ക് മുമ്പ് തുകൽ കൊണ്ടുള്ള ഒരു വസ്ത്രം ധരിപ്പിച്ചു. അതുവരെയും അവനോട് സ്നേഹമായിരുന്ന ഇണങ്ങിയിരുന്ന എല്ലാ മൃഗങ്ങളും, ഈ പാമ്പടക്കം പറവജാതികൾ എല്ലാം അടക്കം കാണുക ഇവന്റെ പാപത്തിന്റെ ശിക്ഷയ്ക്ക് പകരമായിട്ട് ഇവനോട് സ്നേഹമായിട്ട് അടുത്തിരുന്ന ഒരു മൃഗത്തെ ദൈവം കൊല്ലുകയാണ്. അവന്റെ കൺമുമ്പിൽ ആ രക്തം തിരിയുന്ന ആ ജീവി കിടക്ക് പിടയ്ക്കുന്നതും. 2 പേർക്ക് മാസം. അപ്പം 2 മൃഗങ്ങളെ കൊന്നിരിക്കാൻ വേണ്ട ഒരു നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇപ്പം 2 യേശുവിനെ കൊണ്ടുവരും, വേറെ ഉപദേശം സ്ഥാപിക്കാന്ന് പറയും. വാക്കുകൾ വളരെ സൂക്ഷിക്കണം. സ്തോത്രം. അവനോട് അത്രയും സ്നേഹമായിരുന്ന ആ ഒരു മൃഗത്തെ അവന്റെ കൺമുമ്പിൽ കൊന്നിട്ട് അതിന്റെ തുകലെടുത്ത് അവനെ ധരിപ്പിക്കുമ്പോൾ അവനൊരു മനുഷ്യനാണെങ്കിൽ അവന്റെ മനസ്സിന് ഒരു അനുതാപം ഉണ്ടാകുകയില്ലയോ? സ്തോത്രം. നാം വളരെ സ്നേഹിക്കുന്ന, നാം വളർത്തിയെടുത്ത ആരെങ്കിലും, നമ്മുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും തന്നെ നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടി കൊല്ലുന്നത് കാണുമ്പോൾ ആരും കൈകെട്ടി നിൽക്കുമോ? നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ കിടക്കുന്നുണ്ടോ ഇതൊക്കെയും? ആ
അത് വഹിച്ചുകൊണ്ടാണ് ആദം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു അറ്റോൺമെന്റ് വസ്ത്രം ധരിച്ചു. താൻ സ്നേഹിച്ച മൃഗത്തിൻ്റെ, തന്നോട് ഇത്രയും സ്നേഹമായിരുന്നു മൃഗത്തെ എൻ്റെ തെറ്റിന് പകരമായിട്ട് കൊന്നുവല്ലോ, ഞാനാണല്ലോ കുറ്റക്കാരൻ. ഇത് വഹിച്ചുകൊണ്ടാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. അതിൻ്റെ പൂർത്തീകരണമാണ് കാൽവരി ക്രൂശിൽ നാം കാണുന്നത്. കയീൻ ആദാമിനെ കൊന്നപ്പോൾ ദൈവം ശിക്ഷിച്ചു അവനെ. അപ്പോൾ ആദാമിനെ ശിക്ഷ കൊടുത്തുവെങ്കിലും അവിടെ ആ റിബിലിയൻ സ്വഭാവം കൂടുകയാണ് ചെയ്തത്. കയീൻ എന്താ പറയുന്നത്? എന്താ ഞാൻ എൻ്റെ സഹോദരൻ്റെ കീപ്പറാണോ, കാവൽക്കാരനോ? കയർക്കുകയാണ് ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31 വായിക്കുമ്പോൾ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറയുകയാണ്, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഉടനെ അവിടെ അകത്തിരിക്കുന്ന ഞങ്ങൾ യഹൂദന്മാർ ആർക്കും അടിമയായിരുന്നിട്ടില്ല, പിന്നെ നീ എങ്ങനെ പറയുന്നത് ഞങ്ങൾ സ്വതന്ത്രരാകുമെന്ന്? താഴോട്ട് വായിച്ചു വരുമ്പോൾ നീ വേശ്യാപുത്രനെ വലിയ കഥയൊന്നും പറയണ്ട. അവിടെയാണ് പറയുന്നത്, നിങ്ങൾ പിശാചിന്റെ പിതാവിന്റെ മക്കള്. പിശാചിന്റെ സ്വഭാവം നിങ്ങൾ കൊല്ലുമെന്ന പോലെ എന്നെ നിങ്ങൾ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു. ആരോടാ? തന്നിൽ വിശ്വസിച്ച യഹൂദ. ആ വായിക്കുന്ന കുറച്ചൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജോൺ ചാപ്റ്റർ 8:31 തുടങ്ങി. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, പലരും പറയാറുണ്ട് യഹൂദന്മാർ വിശ്വസിക്കാത്ത യഹൂദന്മാരോട് സംസാരിക്കണം. അവ എഴുതിയിരിക്കുന്ന തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടെന്ന് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായ എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞങ്ങൾ അബ്രാഹാമിനെ ശ്രദ്ധിച്ചു ആർക്കും ഒരു നാൾ ദാസന്മാരായിരുന്നിട്ടില്ല. ഈജിപ്റ്റ് തുടങ്ങി അനേകരുടെ ദാസ്യം അനുഭവിച്ച് കിടക്കുക. ഇന്നും ശബരിയിൽ കിടക്കുന്നവര്, യേശുവിന്റെ സമയത്ത് ശബരിയിൽ കിടക്കുന്നവര് അസ്രീന്റെ ദേശത്ത് അശൂരിനെ പിടിച്ചുകൊണ്ട് പാർപ്പിച്ചിരിക്കുന്നവരാ. ഈജിപ്ഷ്യൻസ്, അസ്രിയൻസ്, ബാബിലോണിയൻസ്, ഗ്രീക്ക്, റോമൻ, ഇങ്ങനെ 5 വിധ സാമ്രാജ്യങ്ങൾ അവരുടെ മേൽ ഭരണം നടത്തി. ഇപ്പോൾ റോമന്റെ ഇരുമ്പ് ഇതിന് തുല്യമായിട്ടുള്ള ബലത്തിന്റെ കീഴിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ആർക്കും ഒരു നാൾ ദാസന്മാരുടെ, ഞങ്ങൾ ഇന്ന കുടുംബത്തിൽ ജനിച്ചവരാ, ഞങ്ങൾ ഇന്ന 3-ാമത്തെ ജനറേഷൻ, 2-ാമത്തെ ജനറേഷൻ, നീയൊക്കെ ഇന്നലെ വന്ന തകരകളാ. കുഞ്ചൻ നമ്പ്യാരുടെ വാക്യം പറയുന്നത്, കവിത പറയുന്നവനോ, നീയാണോ പാസ്റ്റർ? മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകുന്ന സൗരഭ്യം. ഞാനത് പറയാൻ കാരണം അറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്കിട്ട് പത്തനംതിട്ട പോകാറുണ്ട്. എനിക്ക് വളരെ മുമ്പ് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ചിറ്റാറൊക്കെ പോകേണ്ട ആവശ്യം വരാറുണ്ട്. ഈ എലന്തൂർ അച്ചായൻ, അവിടെ ഇന്റർവ്യൂ നടത്തിയ എലന്തൂർ അച്ചാന്, ഈ എലന്തൂർ സ്ഥലം എന്ന് പറയുന്നത് എനിക്ക് വളരെ തിട്ടമകാരം. എനിക്ക് ആ വഴിക്ക് ഞാൻ ആദ്യം പോയിട്ടില്ല. അപ്പൊ എലന്തൂർ കഴിയുമ്പോൾ സ്ഥലമാണ് വാരിയാപുരം. ഒരു ചെറിയ ഇറക്കം കണ്ടി ഒരു തിരിവുണ്ട് അവിടെ. ആ വാരിയാപുരത്ത് എത്തുമ്പോൾ ഒരു ചെറിയൊരു ബ്രാഞ്ച് റോഡ് വലതുവശത്തോട്, അത് പത്തനംതിട്ടയ്ക്ക് പോകുന്ന ഡയറക്ഷനിൽ വലതുവശത്തേക്ക് കയറിയപ്പോൾ ഒരു സ്ഥലമുണ്ട് വാരിയാപുരം. അത് കേൾക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലൊരു പേര് ഓർമ്മ ഒരു വാരിയാപുരം യോനാച്ചൻ എന്ന്. അപ്പൊ അതിനടുത്ത് കിടക്കുന്ന സ്ഥലമാണ് എലന്തൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ എലന്തൂർ ഒരു അച്ചായനായിരുന്നു ഇന്റർവ്യൂ നടത്തിയത്. അദ്ദേഹം പറഞ്ഞത്, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം എന്ന് പറഞ്ഞാൽ സൽസ്വഭാവം. മലയാളം നല്ലവണ്ണം അറിയാത്തവർക്ക് വേണ്ടി പറയാം, സൽസ്വഭാവമുള്ളവരുടെ കൂടെ നടന്നാൽ അതിങ്ങനെ കുറച്ചിനെ മണമേൽക്കുന്ന. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുന്നു വന്നു. സ്തോത്രം. ഇതുപോലെയാണ് ദുഷ്പ്രവർത്തിക്കാരെ കൂടെ നടന്നാലും ആ സ്വഭാവം കയറി വരും. അതുകൊണ്ട് ആ സദൃശവാക്യങ്ങൾ എടുത്തു പറഞ്ഞത്, ദുഷ്ടന്മാരുടെ കൂടെ നടക്കല്ലേ. ഇതുപോലെയുള്ള പലതും അന്ത്യകാലത്ത് വരും. പത്രോസ് 10-ാം അധ്യായം അപ്പോസ്തല പ്രവർത്തനം കൊർന്നേലിയസിന്റെ ഭവനത്തിൽ ജാതികൾക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ച് യഹൂദന്മാരായിരുന്നവരുടെ മുമ്പ് 2-ാം അധ്യായത്തിൽ നടന്ന അതേ പരിശുദ്ധാത്മാവിനെ പകരുകയും അവരും അതുപോലെ അന്യഭാഷ സംസാരിക്കുകയും ചെയ്തു. എങ്ങനെയാ? കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന അന്യഭാഷ, സഭയിൽ കൊടുക്കുന്ന അന്യഭാഷയല്ല, വേറെ ഭാഷ, അതർ ലാംഗ്വേജ്. അപ്പൊ നമ്മുടെ മേൽ പകർന്നതുപോലെ അതേ പരിശുദ്ധാത്മാവ് ജാതികൾക്കും കൊടുത്തെങ്കിൽ ഇവരെ സ്നാനപ്പെടുത്തുന്നതിന് വെള്ളം വിലക്കുന്നവൻ ആരെന്ന് ചോദിച്ച അതേ പത്രോസ് കുറച്ചു നാളും കഴിഞ്ഞപ്പോൾ
പറയാണ്, ജെറുസലേമിനെ കുറച്ച് യഹൂദന്മാർ വന്നപ്പോൾ മാറി നിൽക്കുന്നു. ഈ പത്രോസിനെ ശാസിക്കണോ വേണ്ടയോ? ഇനി സ്ത്രീകൾ ഇന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ യോഹന്നാൻ എന്ന് കർത്താവ് തന്നെ പറഞ്ഞ്, യോഹന്നാൻ പരിശുദ്ധാത്മാവിന് ആരുടെ മേൽ പരിശുദ്ധാത്മാവ് അവനാണ് വരുവാനുള്ള മശിഹ എന്ന് വെളിപ്പെടുത്തുവാൻ അടയാളത്തോടു കൂടെ അയച്ച യോഹന്നാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, ശിഷ്യന്മാരയച്ച് ചോദിപ്പിക്കുകയാണ് യേശുവിനോട്, വരുവാനുള്ളത് നീ തന്നെയാണോ? ഞങ്ങൾ മറ്റൊരുവന് കാത്തിരിക്കണമോ? ഇതെല്ലാം ആത്മീയ ഗോളത്തിൽ അന്ന് സംഭവിച്ചുവെങ്കിൽ അതിനേക്കാൾ 100 ഇരട്ടി ശക്തമായിട്ട് ഇന്ന് സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ദൈവ മക്കൾക്ക് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി പറയും. ഇതെല്ലാം അനുഭവിച്ചിട്ട് ദൈവത്തിന്റെ കൃപയാൽ ഇതിനെ ഓവർകം ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വെറുതെ തിയോളജി എന്തെങ്കിലും പഠിച്ചിട്ട് പറയല്ല, ഇന്നും സംഭവിക്കുന്നുണ്ട് ഇതുപോലെ. വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയവർ, ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തിയെ വെളിപ്പെടുത്തിയവർ, വളരെ ശക്തിയോടുകൂടെ ദൈവത്തിന്റെ വചനത്തിന് മേൽ പ്രസംഗത്തെ കൺവെൻഷനിൽ പ്രസംഗിച്ച് ദേശങ്ങളെ മാനസാന്തരം ഉളവാക്കിയ ക്രിസ്തുവിന്റെ വ്യാപാര ശക്തിയെ വെളിപ്പെടുത്തിയിട്ട് ഇന്ന് ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീ തന്നെയാണ്, വേറൊരുവിന് വേണ്ടി കാത്തിരിക്കുന്നു? അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണോ? ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണമോ? ഇത്തരം സംഭവങ്ങൾ ദൈവ മക്കളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ അടിപതരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ. കുറച്ച് ലാംഗ്വേജ്, മോശമായ ലാംഗ്വേജ് ഉപയോഗിച്ചാൽ തന്നെയും നിങ്ങൾ അടിപ്പതറി പോയി രക്ഷ നഷ്ടപ്പെടുവാതെ പോകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് കവിത പറയാനോ വലിയ താല്പര്യമുണ്ടായിട്ട് കവിത ഇട്ടോ എനിക്ക് അറിയില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ മനസ്സിലൊരു ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. വല്ലവിധം നിങ്ങൾ രക്ഷിക്കാന്നുള്ളത്. അപ്പോൾ ഈ പ്രമാണത്തിന് ഒരേ ലാംഗ്വേജ് അറിയുള്ള പാപം ചെയ്തതേക്ക് മരിക്കണം. അതിനെ കവർ ചെയ്യുന്ന, ടോട്ടലി കവർ ചെയ്ത, അതേ ഡയമെൻഷനിൽ കവർ ചെയ്താണ് ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന കൃപാസനം. നിനക്ക് ദൈവ ന്യായവിധി, ഡിവൈൻ ജസ്റ്റിസ് ശിക്ഷ നിന്റെ മേൽ, വ്യക്തിപരമായ നിന്റെ മേൽ വിധിച്ചിരിക്കുന്ന ശിക്ഷയിൽ നിന്നും നിനക്ക് ഒഴിവ് കഴിവ് കിട്ടണമെങ്കിൽ ഒരേ ഒരു കാര്യമുള്ളൂ, നീ ക്രിസ്തുവിനെ ധരിക്കണം. ഇതിനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്നത്. സ്തോത്രം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച ചതിമോഹങ്ങളെ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ്, അടുത്തത് പറഞ്ഞിരിക്കുന്നത്, നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. തന്റെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഇതില്ലാത്തോടത്തോളം ദൈവത്തിന് നിങ്ങളോട് ക്ഷമിക്കുവാൻ സാധ്യമല്ല. അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഇമോഷനെ, ഹ്യൂമൻ ഇമോഷനെ തിയോളജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഗ്രഹം നിനക്ക് തരുന്നു പറഞ്ഞുകൊണ്ട് വലിയ ശക്തിയെ വെളിപ്പെടുത്തി പവർ മിനിസ്റ്റർ ചെയ്തുകൊണ്ടൊന്നും ദൈവത്തിന് തന്റെ സ്വഭാവത്തിൽ തന്നെ നീതിയെ മാറ്റാൻ സാധ്യമല്ല. വളരെ ശക്തമായിട്ട് മനസ്സിലാക്കുക. സ്തോത്രം. അപ്പൊ ക്രൂശിലത് നിവർത്തിച്ചു. ക്രൂശിലത് നിവർത്തിച്ചിട്ട് സ്തോത്രം ഇതിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുള്ളതാണ്. 18-ാം സങ്കീർത്തനത്തിൽ ദാവീദിന് ഇതേ അനുഭവം കൊടുത്തു. മരണവാസ്യങ്ങൾ എന്നെ ചുറ്റി, പ്രഭാവങ്ങൾ എന്നെ പ്രേരിപ്പിച്ചു, പാതാള പാസ്യങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കിടയിൽ എന്നെ തുടർന്ന് പിടിച്ചു. എന്റെ കഷ്ടതയായി യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് വിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പ് ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. യേശുവിന് വരാൻ പോകുന്ന കഷ്ടത തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവത്തിൽ കൊടുത്തിട്ട് ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്കും ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടാകാം. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. വെറുതെ തിയറി പറയുകയല്ല. ഇന്നും ഇതൊക്കെ അനുഭവം നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദൈവമക്കൾ ഇന്നുമുണ്ട്. സ്തോത്രം. 116-ാം സങ്കീർത്തനം, 22-ാം സങ്കീർത്തനം, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഇതെല്ലാം ഒരു മോറൽ ഏജന്റ് ആയിരിക്കുന്നിടത്ത് യേശു സ്വമേധയ പിതാവിന്റെ നിർബന്ധത്താൽ, ഫിസിക്കൽ ലോ അല്ല ദൈവരാജ്യം. നമുക്ക് 53-ാം എസ്സേ വായിക്കുമ്പോൾ അവനെ തകർത്തു കളയാൻ ദൈവത്തിൽ പ്രസാദം തോന്നി എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ദൈവം അടിച്ചേൽപ്പിക്കായിരുന്നോ? അങ്ങനെ മോറൽ ലോയിൽ വ്യവസ്ഥയില്ല, ഫിസിക്കൽ ലോയാണത്. പക്ഷെ ക്രിസ്തു സ്വമേധയാണ് പറയുന്നത് 40-ാം സങ്കീർത്തനത്തിൽ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു.
ഹല്ലേലൂയ. എബ്രായർ 10:5. അങ്ങനെ അവന് നൽകപ്പെട്ടിരുന്ന സ്വന്തം പലരും ചോദിക്കാറുണ്ട്, ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ എങ്ങനെ മരിക്കും, എങ്ങനെ കൊണ്ട് കൊന്നു? നോ, അവൻ സ്വമേധയാ മാനവചാതിൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ സ്വമേധയെ തൻ്റെ ശരീരത്തിൽ പ്രാണനും ആത്മാവിലും ഏറ്റെടുത്ത് തൻ്റെ ശരീരം കൂശിൽ കിടക്കുമ്പോൾ അവന്റെ പ്രാണനും ആത്മാവും ഇന്ന് ദുഷ്ടന്മാരായിരിക്കുന്ന മനുഷ്യർ പോകുന്ന സ്ഥലത്ത് പോയിട്ട് യാതന അനുഭവിച്ചു എന്നാണ് നാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് തിരുവഴുത്തിൽ കൂടെ മനസ്സിലാകുന്നത്. സ്തോത്രം. അതാണ് ഈ ചെറിയ ചിത്രം നമ്മളെ കാണിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ടോർമെന്റ് പ്ലേസിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തെ ആധാരമാക്കിക്കൊണ്ട് അവിടെ ധനവാനും ലാസറുമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞ കാര്യത്തെ ആസ്പദമാക്കിക്കൊണ്ടാക്കിയ ഒരു ചെറിയ സ്ലൈഡാണിത്. ഇതുപോലെ ദുഷ്ടന്മാരായ അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒരു ഫീലിങ്ങോ അല്ലെങ്കിൽ ഒരു രക്ഷാവാചകം ഏറ്റുപറഞ്ഞോ അല്ലെങ്കിൽ ഒരു കൈ ഉയർത്തിയത് കൊണ്ടോ രക്ഷ പ്രാപിക്കാനല്ല സാധിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇവിടം പോയി നിനക്ക് പകരമായി മരണം അനുഭവിച്ചിട്ടാണ് നിനക്ക് രക്ഷ നേടി തന്നത്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദൈവമോ മരണപാശങ്ങൾ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. നീയും ക്രിസ്തുവിലാകുന്നുവെങ്കിൽ, ശ്രദ്ധിച്ചു കേൾക്കുക, നിയമപ്പെട്ടകത്തെ കൃപാസനം പൂർണ്ണമായിട്ടും അളവിൽ 2.5 മുഴം അളവിൽ പൂർണ്ണമായിട്ട് മറയ്ക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തത്തിനെ പൂർണ്ണമായിട്ട് മറയ്ക്കുന്നുവെങ്കിൽ മരണം നിന്നെ പിടിച്ചു വെക്കുകയില്ല. അല്ലെങ്കിൽ മരണം നിന്നെ പിടിച്ചു വെക്കും. ഇതെല്ലാം നടന്നത് കൃപയാലാണ്. ഇവിടെ മനുഷ്യരായി നമുക്ക് ഒരു റോളുമില്ല. നമുക്ക് ഒരേ ഒരു റോളുള്ളൂ, ഇതിൽ വിശ്വസിക്കുക. ഇതിന് ഓപ്പോസിറ്റാണ് അനേക നോളേജുകൾ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ അതിലൊരു ക്ലാസ്സിനകത്ത് അതിനെ കുറിച്ച് കൊണ്ട് ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. സ്തോത്രം. നമ്മുടെ ബുദ്ധിമണ്ഡലത്തിലേക്ക് നമ്മുടെ ഫ്ലഷിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും സൈറ്റാനിക് പല നോളേജുകളും കടന്നു വരാം. ഭീഷണിപ്പെടുത്തി ഇത്ര സീനിയർ ആയിരിക്കും ദൈവദാസന്മാർ പറഞ്ഞിരിക്കാൻ വിധിക്കാൻ പാടുണ്ടോ, നിനക്ക് തലയിൽ ഇടി വീഴും, അവർ ശപിക്കും, പ്രാകും, ഇതൊക്കെ ചെയ്യും. അവിടെ നീ ക്രിസ്തുവിലാണെങ്കിൽ, നീ ക്രിസ്തുവിനാൽ മറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നീ ക്രിസ്തുവിനാണ് ധരിച്ചിരിക്കുന്നുവെങ്കിൽ അതിന് ഓവർകം ചെയ്യാൻ നിന്റെ ഉള്ളിൽ ഭരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. സ്തോത്രം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. കുറച്ച് ദീർഘമായ കാര്യങ്ങളാണ്. ഇവിടെ അറ്റോൺമെൻറ്റിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ബിക്കോസ് അത് ദൈവത്തിൻ്റെ ലോയുടെ ഡിമാൻഡ്, പിതാവായ ദൈവം പുത്രനായ ദൈവം തമ്മിലുള്ള ഒരു കവനൻ്റാണ്. അത് പൂർത്തീകരിച്ചു. ദൈവം മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പറയുകയാണ്, വിശ്വസിക്കുന്ന ഏവനും സൗജന്യമായിട്ട് നീതീകരിക്കപ്പെടാം. അത് നിവർത്തിച്ചെടുത്തു. അവന് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം സ്ഥാപിച്ചു. അറ്റോൺമെൻറ്റ് സക്സസ്ഫുള്ളായി, ഡിവൈൻ ജസ്റ്റിസ് സാറ്റിസ്ഫാക്ഷനായി. നിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ജസ്റ്റ് ബിലീവ് ഇൻ ക്രൈസ്റ്റ്. ഇനി തുടർന്നുള്ള അടുത്ത സ്റ്റെപ്പുകളാണ് റിപ്പൻറ്റൻസ്. ഇതേപോലെ തന്നെ സീരിയസ് ആയ ഒരു വിഷയമാണ്. നിന്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ, നിന്റെ സെൽഫിൻ്റെ കാറ്ററിങ് നിർത്തിയിട്ട്, നിന്റെ സെൽഫിന് ഇച്ഛയുള്ള കാര്യങ്ങളുടെ കാറ്ററിങ് നിർത്തിയിട്ട്, തീറ്റ കൊടുക്കുന്ന നിർത്തിയിട്ട്, ദൈവത്തിൻ്റെ ഹിതം എന്തോ അതെൻ്റെ ജീവിതത്തിൽ മതി എന്നുള്ളൊരു പൂർണ്ണ സമർപ്പണം. ഇതുണ്ടായാൽ പിന്നെ പുതിയ നിയമത്തിൽ അങ്ങനെ ചെയ്യരുതെന്ന് എഴുതിയിട്ടുണ്ടോ, ഇത് ധരിക്കരുത് എഴുതിയിട്ടുണ്ടോ നീ ചിന്തിക്കാൻ പോകില്ല. നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനാണ് നിന്നിൽ നിയന്ത്രിക്കുന്നതെങ്കിൽ നീ അതൊന്നും അന്വേഷിക്കാൻ പോവുകയില്ല. ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇനി ഈ സബ്ജക്റ്റ് എടുക്കുന്നത് ഞാൻ ആഗ്രഹിച്ചതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് എടുക്കുന്നത്. സ്തോത്രം. ഈ രക്ഷ നടക്കുന്നതിനെ കുറിച്ചുകൊണ്ട് അനേക തെറ്റായ ഉപദേശങ്ങൾ, വളരെ ലളിതമായ രീതിയിലങ്ങ് വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് അനേക ഉപദേശങ്ങൾ, വളരെ വർഷങ്ങൾ ദൈവം വഴിയിൽ കരം പിടിച്ചു നടത്തി അവിടെ മരണത്തെ രോഗത്തെ വഹിച്ച് അവരെ യഥാസ്ഥാനപ്പെടുത്തി വർഷങ്ങളോളം കൊണ്ട് നടന്നിട്ടും വില പ്രിയപ്പെട്ടവർ വേണ്ടപ്പെട്ടവർക്ക് വന്ന് രണ്ട് ഉപദേശം പറയുമ്പോൾ അങ്ങോട്ടൊരു ചായ്വ്, ഇങ്ങോട്ടൊരു ചായ്വ്. പാസ്റ്റർ നിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ.
നിങ്ങളുടെ കൂടെ ഉപദേശം കേൾക്കുന്നവർ മാത്രമേ പോവുകയുള്ളൂ. ഈ മനുഷ്യർ മുഴുവൻ നരകത്തെ കളയുമോ? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും അവന് തൻ്റെ സ്വഭാവത്തെ ഛേദിക്കാൻ കഴിയാത്തത് കൊണ്ടും നിങ്ങൾ സ്നേഹിച്ചുകൊണ്ട് തന്നെ നരകത്തിലേക്ക് നിങ്ങൾ തന്നെ പോകും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിൽ ഇരുട്ടാണ്, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. ആ വെള്ള സിംഹാസനത്തിനും അടുത്തു നിൽക്കുമ്പോൾ ആ ഗ്ലോറിയസ് ത്രോണിൻ്റെ അകത്ത് അതിൻ്റെ തേജസ്സിൻ്റെ പ്രതാപം കൊണ്ട് ആ ഇരുട്ടിന് അതിന് മുമ്പിൽ നിൽക്കാൻ സാധ്യമല്ല. നമ്മളൊരു ബൾബ് ഇടുമ്പോൾ ഇരുട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ അത് തേജസ്സിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇരുട്ടുന്നാൽ നിങ്ങൾ തന്നെ ഓടിപ്പോയി നരകത്തിലെറിയും. പലരും പ്രസംഗി പറയും ദൂതൻ വലിച്ചൊരേറെ എറിയുന്നു. അവിടെ ദൂതനൊന്നും വലിച്ചെറിയില്ല, നിങ്ങൾ തന്നെ പോയി നരകത്തിൽ വീഴും. ഇതാണ് തിയോളജിയുടെ യഥാർത്ഥ മാർഗം. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കൊണ്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ പറയും ഒരുത്തൻ്റെ അനുഭവത്തെ ഉപദേശമാക്കാൻ പറ്റില്ല. വളരെ പ്രസിദ്ധനായ ഒരു ദേവദാസനോട് ഒരിക്കൽ പറഞ്ഞതാണ്, രക്ഷയുടെ വിഡിതത്തിൻ്റെ അനുഭവങ്ങളിൽ നടക്കുന്ന ഒരാളുടെ അനുഭവത്തെ ഒന്നും ഒരിക്കലും ഉപദേശമാക്കാൻ പറ്റുകയില്ല. അതോടെ അദ്ദേഹം ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിൽ കട്ട് ഓഫ് ചെയ്തു. പ്രസിദ്ധനായി ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ദേവദാസനാണ്. ഞാനത് വളരെ സിമ്പിളായിട്ട് പറയുന്നത്, ഇതേ ഒരു മാർഗമുള്ളൂ. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കുക. ദൈവമേ കർത്താവ് നിങ്ങളെ സഹായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ നെറ്റിലുമായ ദൈവമേ സ്വർഗീയ പിതാവേ തിരുനാമത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. കർത്താവ് ശബ്ദം കേൾക്കുന്ന ജനത്തോട് നിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി അവർക്ക് വേണ്ടി നീ ചെയ്തെടുത്ത പ്രാശ്ചിത്വത്തെ വെളിപ്പെടുത്തി കർത്താവ് രക്ഷിക്കുവാൻ നിന്റെ കൃപ തോന്നുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ പറയുന്ന വാക്കുകളിൽ കർത്താവ് ആർക്കെങ്കിലും മുറിവ് സംഭവിക്കുന്നെങ്കിൽ മാനസാന്തരത്തിനായി തീരട്ടെ. കർത്താവ് നിന്റെ കൃപ കൂടിയിരുന്നാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.